അതേസമയം കണിമംഗലത്തെ തറവാടിന് മുന്നിൽ ഒരു കറുത്ത ഷിഫ്റ്റ് കാർ വന്നു നിന്നു. കാറിന്റെ ഡോർ തുറന്ന് ഒരു പെൺകുട്ടി പുറത്തിറങ്ങി. ചുരുണ്ട മുടികൾ കാറ്റിൽ പറക്കുന്നു. കരിമഷി എഴുതിയ വിടർന്ന കണ്ണുകൾ. ലളിതമായ ജീൻസും ടോപ്പും ധരിച്ച അവൾക്ക് വല്ലാത്തൊരു ഐശ്വര്യമുണ്ടായിരുന്നു അതിൽ തന്നെ കാണാൻ. മുഖത്ത് കാര്യമായ മേക്കപ്പില്ലെങ്കിലും അവളുടെ പ്രസരിപ്പ് ആ തറവാട്ടുമുറ്റത്തെയാകെ ഉണർത്തി. സീതാലക്ഷ്മി വാത്സല്യത്തോടെ ദേവശ്രീയെ വീടിനകത്തേക്ക് ആനയിച്ചു. ആ പടിവാതിൽ കടക്കുമ്പോൾ ദേവശ്രീയുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ തിരതള്ളി. താനും വസുദേവനും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരുന്ന കാലത്ത് ഈ വീട് അവൾക്ക് എത്രയോ പരിചിതമായിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു കരുതി വെച്ചത്. വസുദേവ് മറ്റൊരു പ്രണയമുണ്ടെന്ന തിരിച്ചറിവ് അവളെ തളർത്തിക്കളഞ്ഞു. അവൻ്റെ കൂടെ MBBS പഠിച്ച ശരണ്യ. ഒടുവിൽ വസുദേവൻ അവളെ തന്നെ വിവാഹം കഴിച്ചു. ഇന്ന് പഴയ ഓർമ്മകളുടെ ഭാരവുമായാണ് ദേവശ്രീ വീണ്ടും ആ വീട്ടിലെത്തുന്നത്. അമ്മേ, അച്ഛയെവിടെ? ദേവശ്രീ ആ വീട് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ സ്കൂളിലാ മോളെ. ഇപ്പോൾ 2ാം ക്ലാസ്സിലൊക്കെയല്ലേ. നമ്മുടെ കവല തിരിഞ്ഞുള്ള ആ പ്രൈവറ്റ് സ്കൂളിലാണ് ചേർത്തത്. അവിടെ നല്ല പഠിപ്പാണത്രേ കേൾക്കുന്നത്. നമുക്കൊന്നും നോക്കേണ്ട. ഹോംവർക്കും ഭക്ഷണവും എല്ലാം അവർ അവിടെ തന്നെ കൊടുത്തോളും അവന്. സീതാലക്ഷ്മി അടുക്കളയിൽ നിന്നും ചായയുമായി വന്ന് പറഞ്ഞു. ഒരു നിമിഷം നിർത്തി അവർ ഒന്ന് നെടുവീർപ്പിട്ടു. പിന്നെ ഇവിടെ വസുദേവനും ശരണ്യക്കും അവനെ നോക്കാൻ എവിടെയാ നേരം? രണ്ടുപേരും ഡോക്ടർമാരല്ലേ, എപ്പോഴും ഓട്ടപ്പാച്ചില്ല. സീതാലക്ഷ്മിയുടെ വാക്കുകളിൽ ശരണ്യയോടുള്ള അമർഷം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. സ്വന്തം സുഹൃത്തായ നീതുവിൻ്റെ മകളായ ദേവശ്രീയെ അവർ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് തന്നെ വെറുതെയല്ല. അവൻ്റെ മരുമകൾ ശരണ്യയുടെ വഴിവിട്ട ജീവിതം അവരെ അത്രമേൽ മുറിപ്പെടുത്തിയിരുന്നു. ആശുപത്രിയിലെ തിരക്കുകൾ കഴിഞ്ഞ് വസുദേവ് വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി വന്നു. അവിടെ ദേവശ്രീയെ കണ്ട് അവൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. പഴയ പരുവങ്ങളില്ലാത്ത തെളിഞ്ഞ ഒരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. ഹായ് ദേവശ്രീ, നീയപ്പോൾ ജീവാംശയിലെ തിരക്കുള്ള കാർഡിയോളജിസ്റ്റ് ആണല്ലേ? അവൻ വാത്സല്യത്തോടെ ചോദിച്ചു. ദേവശ്രീ ഒന്ന് പുഞ്ചിരിച്ചു. അതേ വസുദേവ്, തൻ്റെ പല പേഷ്യൻറ്റും റെഫർ ചെയ്ത് എൻ്റെ അടുത്ത് ഇപ്പോൾ വരാറുണ്ട്. അത് കേട്ടപ്പോൾ വസുദേവ് മുഖത്ത് നേർത്തൊരു മ്ലാനത പടർന്നു. സത്യമാണ്, ഞാൻ കുറച്ചു നാളായി ഒരു തരം ഡിപ്രഷനിലായിരുന്നടോ. എന്തു പറ്റി വസുദേവ്? അവൾ ആകുലതയോടെ ചോദിച്ചു. പെട്ടെന്ന് പേഷ്യൻ്റ് കുറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മാനസിക സംഘർഷം, അത്രമാത്രം. പിന്നെ അമ്മായപ്പൻ്റെ ഹോസ്പിറ്റൽ നിൽക്കുന്നത് കൊണ്ടാവും ഒരു വീർപ്പുമുട്ടലുമുണ്ട്. സ്വന്തമായി ക്ലിനിക് തുടങ്ങണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമാണ്. അത് നടക്കാൻ 2 മാസം കൂടി മതി. ഈ കാര്യം ഞാൻ അച്ഛനെയോ അമ്മയോ ഇതുവരെ അറിയിച്ചിട്ടില്ല. ആദ്യമായി പറയുന്നത് തന്നെ നിന്നോടാണ്. കുളമാക്കരുത്. ഇതാരോടും പറയുകയും ചെയ്യരുത്. അത് കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. പിന്നീട് സംസാരത്തിനിടയിൽ അരുണിൻ്റെ കുറിച്ചുള്ള ചോദ്യം വന്നപ്പോൾ വസുദേവ് സ്വരം കടുത്തു. അവൻ്റെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. ബിസിനസ് പഠിക്കാൻ അച്ഛൻ അവനെ UAE അയച്ചതാ. പക്ഷെ അവിടെ ക്ലബിലും കളിയിലുമായി അവൻ സമയം കളഞ്ഞു. കണിമംഗലം ഗ്രൂപ്പിൽ ചേരാൻ അവൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അച്ഛനും മകനും അത് സമ്മതിച്ചില്ല. അതിൻ്റെ വാശിയാണിപ്പോൾ അവനിൽ. ഇപ്പോഴൊക്കെ പാതിരാത്രിയിൽ ബാറിൽ നിന്ന് വരുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ വീട്ടിലാരും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു നെടുവീർപ്പോടെ അവൻ എഴുന്നേറ്റു. ശരി, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, അവൻ മുകളിലെ മുറിയിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ സീതാലക്ഷ്മി കയ്യിൽ ഒരു ഗ്ലാസ് ജ്യൂസുമായി ദേവശ്രീയുടെ അടുത്തെത്തി. മോളെ, ഈ ജ്യൂസ് ഒന്ന് വസുവിൻ്റെ റൂമിൽ എത്തിക്കാമോ? എൻ്റെ ഈ മുട്ടുവേദന കാരണം പടികൾ കയറാൻ വയ്യ എനിക്ക്. ശരി അമ്മേ. ദേവശ്രീ ആപ്പിൾ ജ്യൂസ് വാങ്ങി മുകളിലേക്ക് നടന്നു. വസുദേവ് മുറിയുടെ വാതിൽക്കലെത്തി. അവൾ പതിയെ തട്ടി. നിമിഷങ്ങൾക്കകം വാതിൽ തുറക്കപ്പെട്ടു. ഉള്ളിൽ കണ്ട കാഴ്ചയിൽ ദേവശ്രീ ഒരു നിമിഷം വിറങ്ങലടിച്ചു നിന്നുപോയി. കുളിക്കാൻ തയ്യാറെടുക്കുന്ന വസുദേവനായിരുന്നു മുന്നിൽ. അരയിലൊരു വെള്ളമുണ്ട് മാത്രം. നെഞ്ചിലെ രോമക്കാടുകൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന രുദ്രാക്ഷമാല. തുളുമ്പി നിൽക്കുന്ന ആ പൗരുഷം കണ്ടപ്പോൾ അറിയാതെ അവളുടെ മിഴികൾ അവനിൽ തറഞ്ഞുപോയി. ദേവശ്രീയുടെ നിൽപ്പ് കണ്ട് വസുദേവനൊന്ന് പരിഭ്രമിച്ചു. ഓ സോറി, അമ്മ പറഞ്ഞു വിട്ടതാണല്ലേ നിന്നെ? ആ അതെ, അവൾ വെക്കിക്കൊണ്ട് പറഞ്ഞു. അത് അവിടെ മേശപ്പുറത്ത് വെച്ചേക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. അവൻ അലമാരയിൽ നിന്നും വസ്ത്രങ്ങളെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ദേവശ്രീ ജ്യൂസ് ഗ്ലാസ് ടേബിളിൽ വെച്ച് തിരിയാൻ തുടങ്ങുമ്പോഴാണ് ശരണ്യ മുറിയിലേക്ക് കടന്നു വന്നത്. അപരിചിതയായ ഒരു യുവതി തൻ്റെ ഭർത്താവിൻ്റെ കിടപ്പുമുറിയിൽ നിൽക്കുന്നത് കണ്ട ശരണ്യയുടെ കണ്ണുകൾ അഗ്നിപർവ്വതം പോലെ ജ്വലിച്ചു. നീ ഏതാ? അധികാരസ്വരത്തിൽ ശരണ്യ ചോദിച്ചു. ദേവശ്രീ ഒന്ന് പതറിയെങ്കിലും സ്വയം സംയമനം പാലിച്ചു. ഞാൻ ദേവശ്രീ. എവിടുത്തെ അമ്മ? എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയാ.
എന്നോട് ഇവിടെ വന്ന് നിൽക്കാനും അവർ പറഞ്ഞു. അതിന് താൻ താഴെയല്ലേ നിൽക്കേണ്ടത്, എന്തിനാ ഈ റൂമിൽ വന്നത്? ശരണ്യയുടെ ചോദ്യം ഒരു ചാട്ടുളി പോലെയായിരുന്നു. അമ്മക്ക് കാലിന് വയ്യാത്തത് കൊണ്ട് ഈ ജ്യൂസ് വസുദേവന് കൊടുക്കാൻ പറഞ്ഞു. ശരണ്യ ദേവശ്രീ അടിമുടി ഒന്ന് നോക്കി. ദേവശ്രീയുടെ സ്വാഭാവികമായ സൗന്ദര്യവും തേജസ്സും കണ്ടപ്പോൾ ശരണ്യയുടെ ഉള്ളിൽ അസൂയയുടെ വിത്തുപാകി. തന്നേക്കാൾ സുന്ദരിയായ അന്തസ്സുള്ള ഒരു പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെ മുറിൽ തൻ്റെ അതീശത്തിൽ നിന്ന് ഭീഷണിയാകാൻ പോകുന്നവളാണ് ഇവളെന്ന് ശരണ്യയുടെ ഉള്ളിൽ ആരോ മന്ത്രിച്ചുപോയി. ആ സമയം വസുദേവന് ദേവശ്രീയോട് പണ്ടുണ്ടായിരുന്ന ഇഷ്ടത്തെക്കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട്. ആ പഴയ കനൽ വീണ്ടും ജ്വലിക്കുമോ എന്ന ഭയം ശരണ്യയുടെ മുഖത്ത് നീലിച്ചു. ഒരു നിശബ്ദത യുദ്ധത്തിന് ആ മുറി സാക്ഷ്യം വഹിച്ചു. ദേവശ്രീയും ശരണ്യയും തമ്മിലുള്ള ആ നിശബ്ദത യുദ്ധത്തിന് മുറിയിൽ ഒരു പിരിമുറുക്കം സൃഷ്ടിച്ചു. ശരണ്യയുടെ കണ്ണുകളിലെ സംശയവും അസൂയയും ദേവശ്രീയെ വല്ലാതെ അസ്വസ്ഥയാക്കി. ശരണ്യ അവളെ അടിമുടി ഒന്ന് നോക്കി ചുണ്ടിലൊരു പരിഹാസച്ചിരി വരുത്തി ചോദിച്ചു, അമ്മയുടെ കൂട്ടുകാരുടെ മകളാണെന്ന് പറഞ്ഞു. അതിന് എൻ്റെ ഭർത്താവിൻ്റെ ബെഡ്റൂം വരെ വരണമെന്നുണ്ടോ? ഈ ജ്യൂസ് താഴെ വെച്ചാൽ മതിയായിരുന്നല്ലോ. ദേവശ്രീ മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു തോർത്തു കൊണ്ട് തലമുടി തുവർത്തിക്കൊണ്ട് വസുദേവൻ പുറത്തേക്ക് വന്നു. മുന്നിൽ ശരണ്യയെ കണ്ടതും അവൻ്റെ മുഖത്ത് തെളിച്ചമൊന്ന് മങ്ങി. ഓ, നീ വന്നോ ശരണ്യ? വസുദേവൻ ശാന്തനായി ചോദിച്ചു. ഞാൻ വന്നത് നന്നായി, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എന്ന് ഞാൻ അറിയാതെ പോയേനെ. ശരണ്യയുടെ സ്വരം ഉയർന്നു. വസു, ആരാണ് ഈ പെൺകുട്ടി? ഇവൾ എന്തിനാ നിന്റെ റൂമിൽ? വസുദേവൻ നെടുവീർപ്പിട്ടു. ഇത് ശ്രീദേവി, അമ്മയുടെ സുഹൃത്തിൻ്റെ മക്കളാണ്. അമ്മക്ക് വയ്യാത്തത് കൊണ്ട് എനിക്ക് ജ്യൂസ് തരാൻ വന്നതാ. നീ എന്തിനാ ഇത്ര വലിയ കാര്യമാക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം? വസുദേവൻ ശരണ്യയോടായി ചോദിച്ചു. ഓ, ജ്യൂസ് തരാൻ? ശരണ്യ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു ഡോക്ടറായ നിനക്ക് സ്വന്തമായി ജ്യൂസ് എടുത്ത് കുടിക്കാനൊന്നും അറിയില്ലേ വസുദേവ്? അതോ പണ്ട് നിന്റെ കല്യാണം ആലോചിച്ച ദേവശ്രീ തന്നെ വേണോ നിനക്ക് ജ്യൂസ് തരാൻ? ശരണ്യയുടെ ആ വാചകം കേട്ട് ബോംബ് പോലെ മുറിയിൽ പതിച്ചു. ദേവശ്രീ ഞെട്ടിപ്പോയി. താൻ പണ്ട് വസുദേവനെ വിവാഹാലോചനയിൽ ഉണ്ടായിരുന്ന കാര്യം ശരണ്യ എത്ര പെട്ടെന്ന് ആയുധമാക്കുമെന്ന് അവളും കരുതിയില്ല. ശരണ്യ നിർത്തു. വസുദേവൻ ശബ്ദമുയർത്തി. അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു ദേവശ്രീ നീ അപമാനിക്കരുത്. അവൾ അതിഥിയായി ഇങ്ങോട്ട് വന്നതാണ്. അതിഥിയോ? ശരണ്യ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അതിഥിയാണെങ്കിൽ അതിഥിയുടെ മര്യാദ കാണിക്കണം അവൾ. ഭർത്താവിൻ്റെ മുറിൽ വസ്ത്രം മാറുന്ന സമയത്ത് കയറി വരുന്നത് എന്ത് മര്യാദ? നിനക്ക് ഇവളുടെ പഴയ എന്തെങ്കിലും ആ ഇഷ്ടം ബാക്കിയുണ്ടോ വസു? വസുദേവൻ്റെ ക്ഷമ നശിച്ചുകൊണ്ട് തുടങ്ങിയിരുന്നു. നീ എപ്പോഴും ഇങ്ങനെയാ ശരണ്യ. നിന്റെ ഉള്ളിൽ ആ സംശയരോഗം കാരണമാ നമ്മുടെ ഇടയിൽ സമാധാനമില്ലാത്തത്. ദേവശ്രീ എൻ്റെ പഴയ സുഹൃത്താണ്, അത്രമാത്രം. ദേവശ്രീക്ക് അവിടെ നിൽക്കാൻ പ്രയാസം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ക്ഷമിക്കണം വസുദേവ്, ഞാൻ ഇറങ്ങുകയാണ്. ഒന്നും മിണ്ടാതെ അവൾ തല താഴ്ത്തി വേഗത്തിൽ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ശരണ്യ ജയിച്ച ഭാവത്തിൽ വസുദേവനെ നോക്കി. കണ്ടോ, ഉടനെ സങ്കടം വന്നു നിനക്ക്. നിനക്കിവളെ ഇത്രക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ വീട്ടിൽ എൻ്റെ അനുവാദമില്ലാതെ ആരും വായില്ല. വസുദേവൻ ഒന്നും മിണ്ടിയില്ല. അവൻ ജനാലക്കൽ പോയി പുറത്തേക്ക് നോക്കി നിന്നു. തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്ന ദേവശ്രീയെ ശരണ്യ ഇങ്ങനെ അപമാനിച്ചത് അവൻ്റെ ഉള്ളിൽ ഒരു നീറ്റലായി പടർന്നു. അതേസമയം താഴെ സീതാലക്ഷ്മി ഇതെല്ലാം കേട്ട് കൂടെ പുഞ്ചിരിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ശരണ്യയുടെ ഈ സ്വഭാവം തന്നെയാവും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ തനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആയുധമെന്ന് അവർ ആ മനസ്സിൽ അപ്പോൾ ഉറപ്പിച്ചു.